ശ്രീ എം ജയചന്ദ്രൻ മറ്റൊരു കാര്യം, ഇവിടെ BJP ഉന്നയിച്ചൊരു വാദം, ഈ തരാനുള്ളതെല്ലാം കേന്ദ്രം തരുന്നുണ്ട്, കേന്ദ്രാവിഷ്കൃത പദ്ധതികളാണ് ഇവിടുത്തെ വികസനങ്ങളിലെല്ലാം നിദാനമായി നിൽക്കുന്നത്, മറിച്ചുള്ളവ എന്തെങ്കിലും തരാതുണ്ടെങ്കിൽ അത് സംസ്ഥാനത്തിൻ്റെ കെടുകാര്യസ്ഥത കൊണ്ട് അവർ തന്നെ ലാപ്സാക്കുന്നതോ അല്ലെങ്കിൽ അവരുടെ ഓഡിറ്റുകളില്ലാത്തത് കൊണ്ടോ തടയപ്പെടുന്നതാണ് എന്ന BJPയുടെ വാദം ശരിയാണോ? അല്ല, അത് ഇന്നലെ അമിത്ഷാ ഇവിടെ എന്ന് പറഞ്ഞല്ലോ. ഇന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതല്ല, ഇന്നലെ അമിത്ഷാ എന്ന് പറഞ്ഞ ഭാഗത്തിന്റെ മറുപടി ഉണ്ടെന്നേ. അത് കഴിഞ്ഞിട്ടില്ല, എന്റെ താഴെയല്ലേ ഉള്ളൂ രാജീവ് ചന്ദ്രശേഖർ. അമിത്ഷാ പറഞ്ഞത് 14-ാം ധനകാര്യ കമ്മീഷന്റെ കാലയളവിൽ 2017, 18, 2018, 19 എന്നീ വർഷങ്ങളിൽ യഥാക്രമം 16,833 കോടി രൂപ, 19,038 കോടി രൂപ. 15-ാം ധനകാര്യ കമ്മീഷന്റെ കാലയളവിൽ 2020-21 11,560. നോക്കിക്കോണം, കുറയുക. 11,560 കേരളത്തിന് തന്നതാ കേട്ടോ. 2021, 22, 2022, 23 എന്നീ വർഷങ്ങളിൽ 17,890 കോടി രൂപയും 18,961 കോടി രൂപയാണ് ലഭിച്ചത്. അതായത് മുൻ ധനകാര്യ കമ്മീഷന്റെ കാലയളവിനേക്കാൾ നികുതി വിഹിതം കുറയുകയാണ് കേരളത്തിനുണ്ടായത്. ഇത് ഒരു കാലവും സംഭവിച്ചിട്ടില്ലാത്ത കുറവ് വരുത്തലാണ് എന്നുള്ളത് രേഖയാണ് പറയുന്നത്. അല്ലാതെ വെറുതെ വാല ഓടിക്കാൻ വേണ്ടിയിട്ട് പോക്കറ്റിൽ കണക്കെടുത്ത് അവതരിപ്പിക്കുകയില്ല, രേഖ വെച്ചാണ് ഞാൻ പറയുന്നത്. ധനകാര്യ കമ്മീഷന്റെ കണക്ക് വെച്ച് തന്നെയാണ് പറയുന്നത്. താങ്കൾക്കും നോക്കാം നന്ദു, ധനകാര്യ കമ്മീഷന്റെ കണക്ക് ഇങ്ങനെയാണോ എന്നുള്ളത്. മുൻ സർക്കാരിന് മൻമോഹൻ സിംഗിന്റെ കാലത്ത് തന്നത് എത്രയാണ്, നിങ്ങളുടെ കാലത്ത് തന്നത് എത്രയാണെന്നുള്ളതിന്റെ കണക്കാണ് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞത്. അപ്പൊ എവിടെയാണ് നിങ്ങൾ കൂടുതൽ കൊടുക്കുന്നത്, ആർക്കാണ് കൂടുതൽ കൊടുത്തിട്ടുള്ളത്? കൊടുത്തിട്ടുണ്ട്, അതിന്റെ കണക്ക് വേറെയുണ്ട്. ധനകാര്യ കമ്മീഷൻ തന്നെ കണക്കിലുണ്ടത്. ഗുജറാത്തിൽ കൂടുതൽ കൊടുത്തിട്ടുണ്ട്, ജാർഖണ്ഡിന് കൂടുതൽ കൊടുത്തിട്ടുണ്ട്, അസമിന് കൂടുതൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ കേരളത്തിൽ വന്നിട്ടില്ല കേട്ടോ. അതിന്റെ കണക്കാണ് ഞാൻ വായിച്ചത്. എന്നിട്ടാണ് നിങ്ങൾ പറയുന്നത് കേന്ദ്രം മുൻ സർക്കാരുകളെക്കാളും കൂടുതൽ ഇവിടെ തന്നിട്ടുണ്ടെന്ന്. ഒന്നും തന്നിട്ടില്ല എന്ന് മാത്രമല്ല, കേരളത്തിനെ ഈ കഴുത്ത് പിടിച്ച് ഞെരിക്കാനാണല്ലോ ശ്രമിക്കുന്നത്. അങ്ങനെയാണല്ലോ ഈ സാമ്പത്തിക വർഷത്തിന്റെ 4-ാം പാദത്തിൽ 3 മാസം ജനുവരി, ഫെബ്രുവരി, മാർച്ച് നമ്മുടെ ബിസിനസ്സുകളെല്ലാം തീർക്കേണ്ട സമയമാണ്. അടുത്ത സാമ്പത്തിക വർഷം ആകുമ്പോഴേക്ക് ക്ലീൻ സ്ലൈറ്റിൽ 1 തുടങ്ങുന്നതാണല്ലോ ഏപ്രിൽ 1 മുതൽ പുതിയ കണക്ക്. ആ കാലയളവിലാണ് ഈ വലിയ പിടുത്തം വരുത്തുന്നത്. ഇതെന്തിനാണ്? ഞാൻ ഇലക്ഷന്റെ ഭാഗത്തേക്ക് പോകുന്നില്ല, പക്ഷെ ലക്ഷ്യം ഉന്നം എന്താണെന്നുള്ളത് ജനങ്ങൾക്ക് വ്യക്തമാണല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. അതോടെ ജിൻസാൽ ചൂണ്ടിക്കാണിക്കാനായിട്ട്